കഥ തുടർച്ചയിലേക്ക്. ശരിക്കും ഒരു ഓട്ടമത്സരം തന്നെയാണ് കുഞ്ഞൂട്ടനും നായയും തമ്മിൽ നടന്നത്. നിരപ്പായ സ്ഥലത്തുകൂടെയും കുറ്റിക്കാട്ടിലൂടെയും അവർ മത്സരിച്ചോടി. ചിലപ്പോൾ തൊട്ടില്ല എന്ന അവസ്ഥയെത്തി. എന്നാൽ ഒരിക്കൽ പോലും കുഞ്ഞൂട്ടൻ തന്നെ തൊടാൻ അതിനെ അനുവദിച്ചില്ല. നായയാകട്ടെ അവനെ പിടിച്ചു തന്നെ വേറെ കാര്യം എന്ന് മനസ്സിലുറപ്പിക്കുകയും ചെയ്തു. വെറും കൈയോടെ നീതിപാലകന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാൻ അഭിമാനം അവനെ സമ്മതിച്ചില്ല. ഓടി ഓടി അവർ കടലോരത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി. കാറ്റുപോലെ പാഞ്ഞു വരികയായിരുന്നു ഇരുവരും. വെള്ളത്തിനടുത്തെത്തിയതും കുഞ്ഞൂട്ടൻ പെട്ടെന്നു നിന്നു. എന്നാൽ ഓട്ടത്തിന്റെ ശക്തി വേഗം കുറയ്ക്കാൻ ചെമ്പൻ നായയ്ക്ക് കഴിഞ്ഞില്ല. അവൻ ഓടി കടലിൽ ചെന്നു വീണു. അവിടെ കിടന്ന് അവൻ കൈയും കാലും അടിക്കാൻ തുടങ്ങി. "ചെങ്ങാതി, ഞാൻ ഇപ്പോൾ ചാവും. ദയവായി എന്നെ രക്ഷിക്കൂ." ചെമ്പൻ നായ കുഞ്ഞൂട്ടനെ നോക്കി കെഞ്ചി. അത്ര താല്പര്യമൊന്നും കാട്ടാതെയായിരുന്നു അവന്റെ മറുപടി. "ഞാൻ എന്തിനു നിന്നെ രക്ഷിക്കണം? എന്നെ കടിച്ചു കീറാനും പിടിക്കാനും വന്നതല്ലേ നീ. നീ മരിച്ചാൽ എനിക്കെന്ത്?" "അങ്ങനെ പറയല്ലേ. നിന്നെ ശത്രുവായി കണ്ടതിൽ ഞാനിപ്പോൾ ശരിക്കും ദുഃഖിക്കുന്നു. ഇനി നിനക്കെതിരെ ഞാനൊന്നും പ്രവർത്തിക്കില്ല. നീ ഇപ്പോഴെന്നെ രക്ഷിച്ചാൽ എപ്പോഴെങ്കിലും എനിക്ക് നിന്നെ തിരിച്ചു സഹായിക്കാനാവും." ചെമ്പൻ നായ വെള്ളത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞൂട്ടൻ അതിനോട് സഹതാപം തോന്നി. ചെമ്പൻ നായയുടെ വാക്കുകൾ അവൻ വിശ്വസിച്ചു. അവൻ വെള്ളത്തിലേക്കിറങ്ങി നായയുടെ വാലിൽ പിടിച്ചു അതിനെ വലിച്ചു കരക്ക് കയറ്റി. പെട്ടെന്ന് കുഞ്ഞൂട്ടന് ആശങ്കയുണ്ടായി. ഇനി നായെങ്ങാനും പറഞ്ഞതെല്ലാം വിഴുങ്ങി തന്നെ പിടികൂടിയാലോ? ഒരു മുൻകരുതൽ എന്ന നിലയിൽ അവൻ കടലിലേക്ക് തന്നെ എടുത്തു ചാടി. എങ്ങോട്ടെന്നില്ലാതെ നീന്തിക്കൊണ്ടിരുന്നു. കരയിൽ നിന്നും ചെമ്പൻ നായ ഒന്നു കുരച്ചു ഓടിപ്പോയി. "നന്ദി ചെങ്ങാതി, ഈ ഉപകാരം ഞാൻ മറക്കില്ലാട്ടോ." ഓട്ടത്തിനിടയിൽ ചെമ്പൻ നായ വിളിച്ചു പറഞ്ഞത് അവൻ കേട്ടു. നീന്തി നീന്തി കുഞ്ഞൂട്ടൻ എവിടെയോ എത്തി. അപ്പോഴാണ് സമീപത്തായി കരിങ്കൽ ഗുഹ പോലെ ഒന്ന് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ നിന്നും കട്ടിയുള്ള വെള്ളപ്പുക ഉയർന്നതും അവൻ കണ്ടു. അകത്താരോ തീ കായുന്നുണ്ടെന്നും അവൻ ഊഹിച്ചു. കടലിലെ തണുത്ത വെള്ളത്തിൽ നീന്തി ആകെ കുളിരുന്നു. ഗുഹക്കകത്ത് കടന്നാൽ കുറച്ച് തീ കാഞ്ഞ് തണുപ്പ് അകറ്റാമായിരുന്നു. അവൻ രണ്ടും കൽപ്പിച്ച് ഗുഹക്കകത്ത് കടന്നു. അകത്തേക്ക് പ്രവേശിച്ചതും ഗുഹയുടെ കവാടം താനെ അടഞ്ഞു. താനൊരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണെന്നുവെന്ന് അവൻ സംശയിച്ചു. ഗുഹയിൽ ആരാണുള്ളതെന്നറിയാൻ അവൻ ചുറ്റി നടന്നു. പെട്ടെന്നാണ് അവൻ അത് കണ്ടത്.